അരുൺ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഹർത്താൽ തുടങ്ങിയത്. ഹർത്താൽ സമാധാനപരമായിരുന്നു. വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിലിറങ്ങി. അതായത് KSRTC ഉൾപ്പെടെ പ്രൈവറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ ബസ്സുകളെല്ലാം തന്നെ നിരത്തിലിറങ്ങിയിരുന്നു. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിലിറങ്ങിയിരുന്നു. എന്നാൽ 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രകടനം നടക്കുന്നുണ്ട്. ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടക്കുകയാണ്. നേരത്തെ തോപ്പുംപടി ഭാഗത്തും കോതമംഗലം ഭാഗത്തും പെരുമ്പാവൂര് അങ്കമാലി എന്നിവിടങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇടപെട്ട് ഇവരെ പെട്ടെന്ന് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ ജനങ്ങളെ കാര്യമായി ബാധിച്ചില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടകളിൽ കയറി ഹർത്താലിനോട് സഹകരിക്കണമെന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാരണവശാലും ഹർത്താൽ ഒരു ആക്രമണത്തിന്റെ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ അക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകരുത് എന്നാണ് പോലീസ് ഇവർക്ക് നൽകുന്ന നിർദ്ദേശം. കൃത്യമായി ഇവർ ഓരോ കടകളിലും കയറി ചെന്ന് കടകൾ അടയ്ക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്. ഇവരൊപ്പം തന്നെ കൃത്യമായി പോലീസ് ഇവരുടെ കൂടെയുണ്ട്. എന്നിരുന്നാലും ഇന്ന് രാവിലെ മുതൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ കാര്യമായി ജനങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പലരും ഹർത്താൽ ആണെന്ന് അറിയാതെ ടൗണിൽ എത്തുകയും പിന്നീട് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം കടന്നു പോകുന്നതിന്റെ ഭാഗമായി ചില ആളുകളെങ്കിലും കടകൾ അടയ്ക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു അക്രമശക്തമായ ഒരു സ്വഭാവമല്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രകടനം പോകുന്ന ഒരു സാഹചര്യത്തിൽ കടകൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിൽക്കുന്നത്. എന്തായാലും KPCC ജംഗ്ഷനിൽ നിന്ന് ഇവരുടെ ഒരു ജാഥ തുടങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇത് ടൗണിലേക്ക് പ്രവേശിക്കും. ഇതിനുശേഷം ഈ ഹർത്താലിന്റെ സ്വഭാവം മാറുമോ എന്ന തരത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നേരത്തെ വൈപ്പിനിലും അതുപോലെ തന്നെ പള്ളുരുത്തിയിലും അങ്കമാലിയിലും ഇത്തരത്തിൽ ആളുകളെ അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോതമംഗലത്ത് വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചെങ്കിലും ആളുകളുടെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സമരക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ ഇപ്പോൾ സമാധാനപരമായ രൂപത്തിലാണ് പോകുന്നത്. ഇത്തരത്തിൽ അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മളോട് പറയുന്നു. How do you feel? There is a strike against... I don't understand. സോ പലരും ടൂറിസ്റ്റുകൾ ഹർത്താലാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ടൂറിസ്റ്റുകളെയും ഹർത്താൽ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നേരത്തെ ഓട്ടോറിക്ഷകളെല്ലാം തന്നെ റോഡിലിറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് പ്രകടനം പോകുന്ന ഒരു സാഹചര്യത്തിൽ ചില വാഹനങ്ങളെങ്കിലും ഓട്ടം നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അരുൺ. വിജേഷ് കൊച്ചിയിൽ നിന്ന്. ജയേഷ് രാഘവൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയേഷ്, എന്താണ് തൃശ്ശൂരിലെ നിലവിലെ സ്ഥിതി? തൃശ്ശൂരിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. KSRTC ബസ്സുകൾ രാവിലെ സർവീസ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധം തുടർന്ന് ഇത് നിർത്തിവെക്കുകയായിരുന്നു. ദൂരദിക്കിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ട ചില ബസ്സുകൾ ഓടുന്നുണ്ട്. എന്നിരുന്നാലും ഹർത്താൽ ഏറെക്കുറെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു എന്ന് വേണം പറയാം. കടകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ആളുകൾ പലരും രാവിലെ തന്നെയാണ്, എല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ തന്നെ രാവിലെയാണ് ഹർത്താൽ ആണ് എന്നുള്ള വിവരം അറിയുന്നത്. ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഇവരൊക്കെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു അവസ്ഥയും ഇല്ലാതായി. ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ മുതൽ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗുരുവായൂരിലെ മുഴുവൻ കടകളും ഹോട്ടലുകളും നിർബന്ധപൂർവ്വം അടപ്പിച്ചിരിക്കുകയാണ്. ചാവക്കാട്, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, അതുപോലെ തന്നെ കാഞ്ഞാണി മേഖലകളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ 11 മണിയോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശ്ശൂർ ജില്ലയിലായിരുന്നു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ 5ലധികം പരിപാടികളായിരുന്നു ഇന്ന് തൃശ്ശൂരുണ്ടായിരുന്നത്. എന്നാൽ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും റദ്ദാക്കിയിരിക്കുകയാണ്. പഞ്ചായത്ത് ദിനാഘോഷം സംസ്ഥാന